ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത അത് എത്യോപ്യയിൽ നിന്നാണ്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനമാണ്. ഹെയ്ലി ഗുബി എന്ന് പറയുന്ന അഗ്നിപർവ്വതമാണ്. എത്യോപ്യയുടെ വടക്കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമായിരുന്നു ഇത്. ഈ അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിച്ചതിന്റെ ഭാഗമായി 14 കിലോമീറ്ററോളം അതിന്റെ പൊടിപടലങ്ങൾ മൂടി ആ പ്രദേശങ്ങളാകെ പൊടിമൂടി കിടക്കുകയാണ്. അതിൽ ഏറ്റവും നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പൊടിയും ഇതിന്റെ പുകയും റെഡ് സീയും കടന്ന് യമൻ വഴി, അതേപോലെ തന്നെ ഒമാൻ വഴി അത് പാകിസ്ഥാനും കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം തന്നെ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഡൽഹി, അതേപോലെ തന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് അതിന്റെ പൊടിയും അതിന്റെ പുകയും എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ വായുമലിനീകരണം അതിന്റെ ഏറ്റവും ഉയർന്ന തോതിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പുകയും അതേപോലെ തന്നെ പൊടിയും എത്തിയതോടുകൂടി വിമാന സർവീസുകൾക്ക് വരെ സാധ്യമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ വായുമലിനീകരണം അതിന്റെ പീക്കിലേക്ക് പലയിടങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു BK സുഹേൽ.